Welcome to my new video. In last class we learned about what is biological classification, then the different types of classification like Aristotle's classification, two kingdom classification by Carl Linnaeus, that is the biological world is classified into Plantae and Animalia, the two kingdoms, and the last one, five kingdom classification by R.H. Whittaker. R.H. Whittaker classified biological world into five kingdoms. Which are they? Monera, Protista, Fungi, Plantae and Animalia. അല്ലേ? ഫൈവ് കിങ്ഡം ക്ലാസിഫിക്കേഷനിൽ R.H. Whittaker നമ്മുടെ ജീവജാലങ്ങളെ 5 കിങ്ഡങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഒന്ന് മൊണീറ, പ്രോട്ടിസ്റ്റ, ഫഞ്ചൈ, പ്ലാന്റേ ആൻഡ് ആനിമാലിയ. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏതാണ്? കിങ്ഡം മൊണീറ. ഓക്കെ, ലെറ്റ്സ് ചെക്ക് ദ ക്യാരക്ടേഴ്സ് ഓഫ് മൊണീറ. Kingdom Monera include only prokaryotic organisms. What do you mean by prokaryotic organisms? Yes, the organisms have a primitive nucleus. They have no membrane bound organelles. അല്ലേ? ഓർഗനൽസിനൊന്നും മെംബ്രെയിൻ ബൗണ്ടഡ് അല്ലാത്ത, അല്ലേ, അല്ലെങ്കിൽ കോശസ്തരങ്ങളില്ലാത്ത ഓർഗനൽസും അതേപോലെ തന്നെ എന്താണ് ന്യൂക്ലിയസ് എന്ന് പറയുന്നത് ന്യൂക്ലിയർ മെറ്റീരിയൽ മാത്രമാണ് കാണുന്നത്, അല്ലേ. ഒരു വെൽ ഡിഫൈൻഡ് ന്യൂക്ലിയസിനെ നമുക്ക് പ്രോകാരിയോട്ടിക് ഓർഗാനിസത്തിൽ കാണാൻ സാധിക്കില്ല. ഓക്കെ, then they occur almost everywhere and some of them live in extreme habitats such as hot springs, deserts, snow and deep oceans where very few other life forms can survive. മൊണീറയുടെ പ്രത്യേകത എന്താണ്? They occur almost everywhere in the sense we can see it in air, water, soil, everywhere we can see Monerans, and some of them live in extreme habitats like such as hot springs, that is എന്താണ് ചൂട് കൂടുതലുള്ള സ്ഥലത്ത്, അല്ലേ, ചൂട് കൂടുതലുള്ള സ്ഥലത്തായ ഹോട്ട് സ്പ്രിങ്സ്, ഡെസേർട്സ് ലൈക്ക് ദാറ്റ്. എന്താണ് കോൾഡ് കൂടുതൽ, അല്ലേ, തണുപ്പ് കൂടുതലുള്ള സ്ഥലങ്ങളായ സ്നോ, ഡീപ്പ് ഓഷ്യൻസിലൊക്കെ കാണാൻ സാധിക്കും, അല്ലേ. അവിടുത്തെ പ്രത്യേകത എന്താണ്? വേർ നോ വൺ ക്യാൻ സർവൈവ്, അല്ലേ, വേറെ ആർക്കും സർവൈവ് ചെയ്യാൻ പറ്റാത്ത അറ്റ്മോസ്ഫിയറിലും അല്ലെങ്കിൽ എൻവയോൺമെൻറ്റിലും ആർക്ക് ജീവിക്കാൻ പറ്റും? മൊണീറക്ക് ജീവിക്കാൻ പറ്റും. ഓക്കെ, ദെൻ ന്യൂട്രീഷണലി ദേ മേ ബി photosynthetic autotrophs, chemosynthetic autotrophs or heterotrophs. Generally, two types of nutrition are there, autotrophs and heterotrophs. But here, autotrophs of two types. ഏതൊക്കെയാണ്? photosynthetic autotrophs and chemosynthetic autotrophs. മൊണീറയുടെ ന്യൂട്രീഷൻ്റെ കാര്യം പറയുകയാണെങ്കിൽ, അല്ലേ, പോഷണത്തിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മൊണീറ എന്താണ്? ഫോട്ടോസിന്തറ്റിക്കലി ഓട്ടോട്രോപ്സ് ആണ്, അല്ലേ. പ്രകാശ സംശ്ലേഷണം വഴി അവർക്ക് സ്വന്തമായിട്ട് ഓട്ടോട്രോപ്സും ഹെറ്ററോട്രോപ്സും നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്, അല്ലേ. ഓട്ടോട്രോപ്സ് ആർ ദ ഓർഗാനിസംസ് വിച്ച് ക്യാൻ സിന്തസൈസ് ദെയർ ഓൺ ഫുഡ്, ബട്ട് ഹെറ്ററോട്രോപ്സ് ആർ ഡിപ്പെൻഡ്സ് അപ്പോൺ അനദർ ഓർഗാനിസംസ് ഫോർ ദെയർ ഫുഡ്, അല്ലേ. ആഹാരത്തിന് വേണ്ടി മറ്റുള്ള ജീവികളെ ആശ്രയിക്കുന്നവരെ ഹെറ്ററോട്രോപ്സ് എന്നും സ്വന്തമായ ആഹാരം നിർമ്മിക്കുന്നവയെ ഓട്ടോട്രോപ്സ് എന്നും പറയുന്നു, അല്ലേ. അപ്പോൾ ഇവിടെ മൊണീറൻസിൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ രണ്ട് തരത്തിൽ ഇവർ ഓട്ടോട്രോപ്സ് ആണ്. ഒന്ന് പ്രകാശ സംശ്ലേഷണം വഴിയും മറ്റൊന്ന് രാസസംശ്ലേഷണം വഴി, അല്ലേ. കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആൻഡ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഓർ ഹെറ്ററോട്രോപ്സ്. ഹെറ്ററോട്രോപ്സ് തന്നെ എത്ര ടൈപ്പ് ആയിട്ടുണ്ട്? സാപ്രോഫൈറ്റ്സ്, പാരസൈറ്റ്സ് ഓർ symbionts, അല്ലേ. വാട്ട് ഈസ് സാപ്രോഫൈറ്റ്സ്? the organisms which feed on dead organisms, അല്ലെ, ഡെഡ് മെറ്റീരിയൽസിനെ കഴിക്കുന്ന ജീവികളെയാണ് എന്ത് പറയുന്നത്? സാപ്രോഫൈറ്റ്സ്. ആൻഡ് പാരസൈറ്റ്സ് ആർ ദ ഓർഗാനിസംസ് വിച്ച് ലിവ് ഇൻ അനദർ ഓർഗാനിസം, അല്ലേ. വേറൊരു ഓർഗാനിസത്തിൻ്റെ മുകളിൽ, അല്ലേ. ഇൻറ്റേർണൽ പാരസൈറ്റ്സ്, എക്സ്റ്റേർണൽ പാരസൈറ്റ്സ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഒന്നിക്കലൊരു ജീവിയുടെ ഉള്ളിലോ പുറത്തോ വസിച്ചിട്ട് ആ ജീവിയുടെ ആഹാരം എടുക്കുന്നതിനെയാണ് നമ്മൾ പറയുന്നത് പാരസൈറ്റ്സ് ഓർ സിംബയോൺസ്. സിംബയോൺസ് മീൻസ് ലിവ്
മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡ് അല്ലെ, മ്യൂച്വൽ ആയിട്ട് അല്ലെങ്കിൽ രണ്ടുപേര് ഒരുമിച്ച് ജീവിക്കുന്നതിനെയാണ് എന്ത് പറയുന്നത്, സിംബയോൺസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ രീതിയിലൊക്കെ മൊണീറ അതിൻ്റെ ആഹാരം എടുക്കുന്നുണ്ട്. അപ്പോൾ മൊണീറ എന്ന് പറയുന്നത് ദ പ്രിമിറ്റീവ് ഗ്രൂപ്പാണ് എങ്കിലും ഇറ്റ് ഈസ് വൈഡ് അല്ലേ, വൈഡ് റേഞ്ച് ഓഫ് വെറൈറ്റീസ് ഇത് കാണിക്കുന്നുണ്ട് അല്ലേ. ഒരു തരത്തിൽ മാത്രമല്ല, എല്ലാ തരത്തിലും അത് ന്യൂട്രീഷണൽ ആയാലും അല്ലെങ്കിൽ അതിൻ്റെ ഒക്കറൻസ് ആയാലും എന്താണ് എവരിവെയർ ആണ് അല്ലേ, എല്ലായിടത്തും അത് കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ എക്സാമ്പിൾ എന്തായിരിക്കും? എക്സാമ്പിൾ ബാക്ടീരിയ, അതല്ലേ വൺ ആൻഡ് ഓൺലി എക്സാമ്പിൾ ഇൻ മൊണീറ, ദാറ്റ് ഈസ് ബാക്ടീരിയ. ബാക്ടീരിയ മാത്രമാണ് ഒരു പ്രൊകാരിയോട്ടിക് ഓർഗാനിസം നമ്മൾക്ക് പറയാനുള്ളത്. അപ്പം ബാക്ടീരിയ മാത്രമാണ് ഇതിൽ കാണുന്നത്, മൊണീറ എന്ന് പറയുന്ന കിങ്ഡത്തിൽ കാണുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ്, കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ഓർ ഹെറ്ററോട്രോപ്സ് അല്ലേ. ഈ 3 തരത്തിലുള്ള ബാക്ടീരിയനെ നമുക്ക് മൊണീറയിൽ കാണാൻ പറ്റുന്നൊക്കെ പറഞ്ഞു അല്ലേ. ഇനി നമുക്ക് വേറൊരു ക്ലാസിഫിക്കേഷൻ നോക്കാം. ബേസ്ഡ് ഓൺ ഷേപ്പ് ഓഫ് ബാക്ടീരിയ, based on the shape, bacteria are classified into four groups ആയിട്ടാണ് ബാക്ടീരിയ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്തിൻ്റെ ബേസിൽ? based on their shape. On their shape, bacteria are classified into 4 groups that are Coccus. Coccusന്റെ പ്രത്യേകത എന്താണ്? Coccus in which shape? Spherical shape. Spherical shaped bacteria are known as Coccus. Coccus bacteria, Streptococcus, Coccus bacteria. Then Bacillus, rod-shaped bacteria are known as Bacillus. Rod-shaped bacteria are known as Bacillus, Bacillus thuringiensis. Then Spirillum. Spirillum means the shape of bacteria is spiral. Spiral-shaped bacteria are known as Spirillum. And then Vibrio. Vibrio means comma-shaped bacteria are known as Vibrio. So there are 4 groups of bacteria based on their shape. ഷേപ്പിനനുസരിച്ച്, ആകൃതി അനുസരിച്ച് 4 തരത്തിലുള്ള ബാക്ടീരിയകളാണുള്ളത്. ഒന്ന് വിബ്രിയോ, കോമ-ഷേപ്ഡ് ബാക്ടീരിയ, സ്പൈറൽ-ഷേപ്ഡ് സ്പൈറില്ലം ബാക്ടീരിയ, rod-shaped Bacillus bacteria, and spherical-shaped Coccus bacteria. So there are 4 groups of bacteria based on their shape. Okay, Coccus, Bacillus, Spirillum and Vibrio. Then നമുക്ക് ഇതിലേക്ക് പോവാം. വേറൊരു തരത്തിലുള്ള ക്ലാസിഫിക്കേഷനാണ് ആർക്കീബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ. അത് എന്തിനെ ബേസ് ചെയ്തിട്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ സെൽ വാൾ സ്ട്രക്ചർ, ഫിസിയോളജി, അതിനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ക്ലാസിഫിക്കേഷനാണ് ഏത്? ആർക്കീബാക്ടീരിയ ആൻഡ് യൂബാക്ടീരിയ classification. So the first group, Archaebacteria. The characteristics of Archaebacteria are, these are special monerans since they live in most extreme harsh habitats due to their special cell wall structure. മുന്നേ നമ്മൾ പറഞ്ഞതാണല്ലേ, the bacteria can or Monera can live in harsh environment where others cannot അല്ലേ. മറ്റുള്ളവർക്ക് ജീവിക്കാൻ സാധിക്കാത്ത സ്ഥലങ്ങളിൽ കൂടി ബാക്ടീരിയക്ക് താമസിക്കാൻ പറ്റുമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ അത്തരത്തിലുള്ള ഒരു ബാക്ടീരിയ ആണ് ഏത്? ആർക്കീബാക്ടീരിയ. ആർക്കീബാക്ടീരിയ live in most extreme harsh habitats. What is the peculiarity? Due to their special cell wall structure അല്ലേ. സെൽ വാളിൻ്റെ സ്ട്രക്ചർ കൊണ്ട് അല്ലെങ്കിൽ സെൽ വാളിൻ്റെ ഘടന കൊണ്ട് എന്താണ് ഈ തരത്തിലുള്ള മൊണീറൻസിന് എക്സ്ട്രീം ഹാബിറ്റാറ്റ്സ് ലൈക്സ് ഹോട്ട് സ്പ്രിങ്സ്, വി ഓൾറെഡി സെഡ് hot springs, deserts, snow, deep oceans, etc. Okay, then there are 3 groups of Archaebacteria. They are thermoacidophiles, halophiles, and Methanogens. There are 3 groups of Archaebacteria: thermoacidophiles, halophiles, and Methanogens. Okay, പഠിക്കേണ്ടതാണ്.
ഓർമ്മ വിട്ടുപോകരുത്, ശ്രദ്ധിച്ച് പഠിക്കുക. തെർമോ അസിഡോഫൈൽസ്. ഫൈൽസ് മീൻസ് വിച്ച് ലവ്സ് അല്ലേ, വിച്ച് ലവ്സ് ടു ലിവ് ഇൻ. അതായത് ഫൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഇഷ്ടം അല്ലേ, താല്പര്യം. അപ്പോൾ ഫൈൽസ്, തെർമോ അസിഡോഫൈൽസ്. തെർമോ മീൻസ് ചൂട് അല്ലേ, ആസിഡ് എന്നെല്ലാം പറയുമ്പോൾ ചൂടാണ്. അപ്പം നമുക്ക് നോക്കാം. തെർമോ അസിഡോഫൈൽസ് ആർ ദ ബാക്ടീരിയ വിച്ച് ലവ്സ് ടു ലിവ് ഇൻ ഹോട്ട് സ്പ്രിങ്സ്. ഹോട്ട് സ്പ്രിങ്സ് ഓർ ഇൻ ഹോട്ട് ഏരിയാസ്, ഹോട്ട് കണ്ടീഷൻസിലൊക്കെ ജീവിക്കാൻ താല്പര്യമുള്ള ബാക്ടീരിയ, ആർക്കിബാക്ടീരിയനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, തെർമോ അസിഡോഫൈൽസ്. ആൻഡ് ഒക്കെ ഇൻ എക്സ്ട്രീം സാൾട്ടി ഏരിയാസ്. സാൾട്ട്, ഉപ്പ് വെള്ളത്തിൽ അല്ലേ, ഉപ്പ് വെള്ളത്തിൽ നമ്മൾ കടൽ വെള്ളത്തിൽ അല്ലേ, അങ്ങനെയുള്ള എക്സ്ട്രീം സാൾട്ടി ഏരിയയിൽ ജീവിക്കാൻ താല്പര്യമുള്ള ബാക്ടീരിയകളെ എന്ത് പറയുന്നു, ഹാലോഫൈൽസ്. ആൻഡ് ദ മെത്തനോജൻസ്. മെത്തനോജൻസിനെ എവിടെയാണ് കാണുന്നത്, ദേ ഒക്കർ ഇൻ മാർഷി ഏരിയാസ്, ചതുപ്പ് നിലങ്ങൾ അല്ലേ, മാർഷി ഏരിയാസ്. ആൻഡ് ഗട്ട്സ് ഓഫ് സെവറൽ റൂമിനന്റ് ആനിമൽസ്. റൂമിനന്റ് ആനിമൽസ് ലൈക്ക് കൗസ്, ബഫലോസ് എക്സെട്ര അല്ലേ, അയവെട്ടുന്ന മൃഗങ്ങളിൽ അവരുടെയൊക്കെ ഗട്ടിലാണ് എന്ത് കാണുന്നത്, മെത്തനോജൻസിനെ കാണുന്നത്. ആൻഡ് ആർ റെസ്പോൺസിബിൾ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് മീതെയിൻ ഫ്രം ദ ഡങ് ഓഫ് ദീസ് ആനിമൽസ് അല്ലേ. നമ്മൾ ചാണകം, കൗഡങ് ഉണ്ടാക്കുന്നുണ്ട്, ബയോഗ്യാസ് ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ആ ബയോഗ്യാസ് ഉണ്ടാക്കേണ്ട മീതെയിൻ എന്ന് പറയുന്ന ഗ്യാസിൻ്റെ പ്രൊഡക്ഷൻ എവിടെ നിന്നാണ് ഉണ്ടാകുന്നത്, ഫ്രം ദീസ് മെത്തനോജൻസ്. മെത്തനോജൻസ് ബാക്ടീരിയകളാണ് എന്തുണ്ടാക്കുന്നത്, മീതെയിൻ ഗ്യാസ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പം there are 3 groups of Archaebacteria: Methanogens, Halophiles and Thermoacidophiles. The Archaebacteria are the bacteria who can live in harsh environment due to their special cell wall structure, and they are of 3 types: Thermoacidophiles, Halophiles and Methanogens. Okay, then we can go to the second group, Eubacteria. Eubacteria or true bacteria. Eu means true. True bacteria ആണ് ഏത്, Eubacteria. സോ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്ന അധിക ബാക്ടീരിയകളും വരുന്ന ഏത് ഗ്രൂപ്പിലാണ്, ട്രൂ ബാക്ടീരിയയിലാണ്. കാരണം ആർക്കിബാക്ടീരിയ എല്ലാം അങ്ങ് എവിടേക്കോ ആണല്ലേ ജീവിക്കുന്നത്, നമ്മളെ ക്ലൈമറ്റിലോ അല്ലെങ്കിൽ നമ്മളുടെ എൻവയോൺമെൻറ്റിലോ ഒന്നല്ല, വേറെ എവിടെയോ നല്ല സ്പെഷ്യലായിട്ടുള്ള ഏരിയയിലാണ് ജീവിക്കുന്നത്. പക്ഷേ യൂബാക്ടീരിയ എന്ന് പറയുന്നത് ട്രൂ ബാക്ടീരിയ ആണ്. നമുക്ക് നമ്മുടെ എല്ലാം അല്ലേ, ഡേ ടു ഡേ ലൈഫിൽ അല്ലെങ്കിൽ നമ്മളുടെ എല്ലാ സൈഡിലും ഒക്കെ ഉണ്ടാവും ഏത്, യൂബാക്ടീരിയ. ഓക്കെ, ഇനി ഈ ബാക്ടീരിയനൊക്കെ നമുക്ക് കാണാൻ പറ്റുമോ? നോ അല്ലേ, കാണാൻ പറ്റും. എങ്ങനെയാണ്, നമുക്ക് നേക്കഡ് ഐനെ കൊണ്ട് വ്യൂ ആണോ? അല്ല, അങ്ങനെ ചെയ്യാൻ പറ്റില്ല. എന്താണ്, മൈക്രോസ്കോപ്പൊക്കെ വെച്ചിട്ടാണ് നമ്മൾ എന്ത് കാണുന്നത്, ബാക്ടീരിയനെ കാണുന്നത്. ദേ ആർ സ്മോൾ ഓർഗാനിസംസ്, മൈക്രോ ഓർഗാനിസംസ്, റൈറ്റ്? ഓക്കെ, ദെൻ the characteristics of Eubacteria, they are mostly unicellular or may occur in colonies. അവർ എന്തായിട്ടാണ് കാണുന്നത്, ഒന്നിക്കിൽ unicellular. Unicellular means single celled organisms, or may occur in colonies. Many unicellular organisms occupy together and they are known as colonies. ഓക്കെ, ഒന്നിക്ക് ഒറ്റയ്ക്ക് യൂണിസെല്ലുലർ ആയിട്ട് കാണാം, അല്ലെങ്കിൽ കോളനീസ് ആയിട്ട് കാണാം. ആൻഡ് ദേ പൊസസ് എ റിജിഡ് നോൺ സെല്ലുലോസിക് സെൽ വാൾ മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻഡ് ആൻഡ് ഇഫ് മൊട്ടൈൽ ദേ പൊസസസ് one or more flagella. The cell wall of these Eubacteria are made up of peptidoglycan, not cellulosic. അല്ലേ, സെല്ലുലോസിക് അല്ല, എന്തിനെ കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്, പെപ്റ്റിഡോഗ്ലൈക്കാൻ. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് മൊട്ടൈൽ മീൻസ് ദേ ഹാവ് ദ എബിലിറ്റി ടു മൂവ് അല്ലേ, മൂവ് ചെയ്യാനുള്ള എബിലിറ്റി ഉണ്ടെങ്കിൽ എന്താണ്, മൂവ് ചെയ്യണമെങ്കിൽ അതിന് എന്തെങ്കിലും ഒരു ഓർഗൻ വേണം അല്ലേ. അപ്പോൾ അതാണ് എന്ത്, വൺ ഓർ മോർ ഫ്ലജല്ല ആർ ദി ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സ് യൂസ്ഡ് ടു മൂവ്മെൻറ്റ് അല്ലേ, യൂസ്ഡ് ഫോർ മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു തരത്തിലുള്ള ഈ ത്രെഡ് ലൈക്ക് സ്ട്രക്ചേഴ്സിനെയാണ് എന്ത് പറയുന്നത്, ഫ്ലജല്ല. അപ്പം യൂബാക്ടീരിയൻ്റെ പ്രത്യേകത, ദേ ഹാവ് എ സെൽ വാൾ വിച്ച് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കാൻ ആൻഡ് ഓൾസോ പൊസസ് flagella for the movement. Okay,
Next, nutritionally, they may be photosynthetic autotrophs, chemosynthetic autotrophs, or heterotrophs. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ് 2 types of nutrition, autotrophic and heterotrophic. Here we can see both photosynthetic and chemosynthetic autotrophs. Okay, അതേപോലെ തന്നെ heterotrophs. നമുക്കപ്പോൾ ഇത് ഓരോന്നും നോക്കാം. Then the photosynthetic autotrophs എന്താണ്, chemosynthetic autotrophs എന്താണ്, heterotrophs എന്താണെന്നൊക്കെ നോക്കാം. Okay, photosynthetic autotrophs ആണ് ഏത്? Cyanobacteria. They are commonly known as blue-green algae. Blue-green algae എന്നാണ് ഏതിനെ പറയുന്നത്? Cyanobacteria പറയുന്നത്. They are always photosynthetic autotrophs. Photosynthetic autotrophs means they can synthesize their own food by using light, അല്ലേ? സൺലൈറ്റ് ഉപയോഗിച്ച് ആഹാരം നിർമ്മിക്കുന്ന ബാക്ടീരിയനെയാണ് എന്ത് പറയുന്നത്? ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. They are known as Cyanobacteria and also called blue-green algae. Okay, then അതിൻ്റെ ഹാബിറ്റ് നോക്കുകയാണെങ്കിൽ എന്താണ് ഹാബിറ്റാറ്റ്? എങ്ങനെയാണ്? ഇറ്റ് ഈസ് യൂണിസെല്ലുലർ ആയിട്ട് കാണാം, കൊളോണിയൽ ഓർ ഫിലമെൻറ്റസ്. Then the colonies are often surrounded by gelatinous mucilaginous sheath. Colony അല്ലേ? യൂണിസെല്ലുലാർ ബാക്ടീരിയ വിട്ടുപോകാതിരിക്കാൻ വേണ്ടി the colonies are always surrounded by gelatinous mucilaginous sheath, and they are aquatic and also occur at moist places. Usually these bacteria are seen in moist places. എവിടെ വെള്ളമുണ്ടോ അവിടെയാണ് ഈ ബാക്ടീരിയ കൂടുതലായിട്ട് കാണുന്നത്. സോ അക്വാട്ടിക് ആണ്, ബോത്ത് മറൈൻ ആൻഡ് ഫ്രഷ് വാട്ടർ, രണ്ട് വാട്ടറിലും വാട്ടർ ബോഡീസിലും നമുക്ക് എന്ത് കാണാൻ പറ്റും? സൈനോബാക്ടീരിയനെ കാണാൻ പറ്റും. ദേ ഓഫൺ ഫോം ബ്ലൂംസ് ഇൻ പൊല്യൂട്ടഡ് വാട്ടർ ബോഡീസ്. ബ്ലൂംസ് ഉണ്ടാക്കുന്നുണ്ട് വാട്ടർ ബോഡീസിൽ, പൊല്യൂഷൻ. ആ ഒരു രീതിയിലും സൈനോബാക്ടീരിയ കാണുന്നുണ്ട്. ഓക്കെ, ദെൻ സൈനോബാക്ടീരിയൻ്റെ വേറൊരു പ്രത്യേകത, ദേ പൊസസ് ക്ലോറോഫിൽ എ, കരോട്ടീൻ ആൻഡ് സാന്തോഫിൽ. We know plants have the capacity of photosynthesis, or they are the autotrophs. They are the autotrophs because of the presence of chlorophyll A. അല്ലേ? ക്ലോറോഫിൽ എ ഉള്ളത് കൊണ്ടാണ് പ്ലാന്റ്സിന് എന്ത് ചെയ്യാൻ പറ്റുന്നത്? പ്രകാശ സംശ്ലേഷണം ചെയ്യാൻ പറ്റുന്നത്, ഓർ ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കുന്നത്. ആ കപ്പാസിറ്റി ഈ ബാക്ടീരിയക്ക് കിട്ടണമെങ്കിൽ the bacteria also possess what? Chlorophyll A. അല്ലേ? ക്ലോറോഫിൽ എ ഉള്ളത് കൊണ്ടാണ് ബാക്ടീരിയക്ക് എന്ത് സാധിക്കുന്നത്? ഫോട്ടോസിന്തസിസ് ചെയ്യാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആയത്. അതേപോലെ തന്നെ കാണുന്ന വേറെ പിഗ്മെന്റ്സ് ആണ് ഏതൊക്കെ? കരോട്ടീൻ ആൻഡ് സാന്തോഫിൽ. ഓക്കെ, അപ്പം എന്താണ് സൈനോബാക്ടീരിയയുടെ പ്രത്യേകതകളാണ് നമ്മൾ പറയുന്നത്. സൈനോബാക്ടീരിയ എന്ന് പറയുന്നത് ഫോട്ടോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് ആണ്. ബ്ലൂ ഗ്രീൻ ആൽഗെ എന്നറിയപ്പെടുന്നുണ്ട്. അതേപോലെ തന്നെ ദേ ഓൾസോ പൊസസ് chlorophyll A, carotene and xanthophyll. Okay, then many of them have the capacity to fix atmospheric nitrogen with the help of specialized cells called heterocyst. Heterocyst എന്ന് പറയുന്നത് എന്താണ്? It is a specialized cell which can seen in bacteria. Okay, filamentous bacteria like nostoc and anabena. Anabenയിലും നോസ്റ്റോക്കിലൊക്കെ കാണുന്ന സ്പെഷ്യലൈസ്ഡ് സെൽ, ഇറ്റ് ഈസ് ഹെറ്ററോസിസ്റ്റ്. സോ എന്താണ് ഈ ഹെറ്ററോസിസ്റ്റ് ഉള്ള ബാക്ടീരിയക്ക് എന്തുള്ള കപ്പാസിറ്റി ഉണ്ട്? ദേ ഹാവ് ദ കപ്പാസിറ്റി ടു ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. അല്ലേ? നമ്മളുടെ അറ്റ്മോസ്ഫിയറിലുള്ള നൈട്രജനെ ഫിക്സ് ചെയ്ത് വെക്കാൻ ആർക്ക് സാധിക്കും? ഇത്തരത്തിലുള്ള ബാക്ടീരിയകൾക്ക് സാധിക്കും. എത്തരത്തിലുള്ള ബാക്ടീരിയകൾക്ക്? ഹെറ്ററോസിസ്റ്റ് ഉള്ള ബാക്ടീരിയകൾക്ക്. ഓക്കെ, ഇത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ഈസ് ഹെറ്ററോസിസ്റ്റ് എന്ന് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ എക്സാമ്പിൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പം അതൊക്കെ നോക്കുക. അപ്പം ഇങ്ങനെ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ കഴിയുന്നത് കൊണ്ട് തന്നെ നോസ്റ്റോക്ക് ആൻഡ് അനബേന ആർ യൂസ്ഡ് ആസ് ബയോ ഫെർട്ടിലൈസേഴ്സ്, എസ്പെഷ്യലി ഇൻ റൈസ് ഫീൽഡ്സ്. റൈസ് ഫീൽഡ്സിലൊക്കെ ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ട് എന്ത് ഉപയോഗിക്കാറുണ്ട്? നോസ്റ്റോക്കിനെയും അനബേനയൊക്കെ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ദെൻ സ്പൈറുലിന വേറൊരു സൈനോബാക്ടീരിയ ആണ്. ഇത് സ്പൈറുലിന. സ്പൈറുലിന ഈസ് എൻ യൂണിസെല്ലുലാർ cyanobacteria, is rich in proteins and is used as food supplement for human beings, even for space travelers. Spirulina എന്ന് പറയുന്നത് യൂണിസെല്ലുലാർ ആയിട്ടുള്ള സൈനോബാക്ടീരിയ ആണ്. അതിൻ്റെ പ്രത്യേകത എന്താണ്? ഇറ്റ് ഈസ് റിച്ച് ഇൻ പ്രോട്ടീൻസ്. അല്ലേ? പ്രോട്ടീൻ റിച്ച് ആണ്.
സോ അതിന് എന്തായിട്ട് ഉപയോഗിക്കാൻ പറ്റും? ഫുഡ് സപ്ലിമെൻ്റ് ആയിട്ട് ഉപയോഗിക്കാൻ സാധിക്കും. നമുക്ക് സ്പേസ് ട്രാവലേഴ്സിനൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു തരത്തിലുള്ള ബ്ലൂ ഗ്രീൻ ആൽഗയാണ് സ്പൈറുലിന. ഓക്കെ, ദെൻ ഇതാണ് നോസ്റ്റോക്കിൻ്റെ പടം. നോസ്റ്റോക്കിൻ്റെ പടം നമുക്ക് കാണാൻ പറ്റും, ഒരു മാല പോലെ അല്ലേ, ബീഡ്സ്, മുത്ത്, മാലയിൽ മുത്ത് കോർത്തിരിക്കുന്ന പോലെയാണ് നോസ്റ്റോക്ക്. ഓൾവേസ് കവേർഡ് വിത്ത് എ ജെലാറ്റിനസ് കവർ. ആൻഡ് ദിസ് ഈസ് ദ സ്പെഷ്യലൈസ്ഡ് സെൽ ഹെറ്റിറോസിസ്റ്റ്. ഹെറ്ററോസിസ്റ്റ് എന്തിന് ഹെൽപ്പ് ചെയ്യുന്നു? ഫോർ ഫിക്സിങ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് സയനോബാക്ടീരിയ. ഇനി നെക്സ്റ്റ് കീമോസിന്തറ്റിക് ഓട്ടോട്രോഫിക് ബാക്ടീരിയ. അവരെങ്ങനെ ഫുഡ് ഉണ്ടാക്കുന്നു? ദേ ഓക്സിഡൈസ് വാരിയസ് ഇനോർഗാനിക് സബ്സ്റ്റൻസസ് സച്ച് ആസ് നൈട്രേറ്റ്സ്, നൈട്രൈറ്റ്സ് ആൻഡ് അമോണിയ ആൻഡ് യൂസ് ദ റിലീസ്ഡ് എനർജി ഫോർ ദർ ATP പ്രൊഡക്ഷൻ. അല്ലേ, ഫുഡ് നമ്മൾ ഉണ്ടാക്കുന്നത് തന്നെ എന്തിനാണ്? ഫോർ എനർജി അല്ലേ. അപ്പോൾ ആ ATP പ്രൊഡക്ഷന് വേണ്ടിയിട്ട് ഇവിടെ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്താണ് ചെയ്യുന്നത്? അതിന് ചുറ്റുമുള്ള അല്ലേ, ആ ബാക്ടീരിയക്ക് ചുറ്റുമുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസസ് ആയ നൈട്രേറ്റ്സിനെയും നൈട്രൈറ്റ്സിനെയും അമോണിയനെയൊക്കെ എന്ത് ചെയ്യുന്നു? ഓക്സിഡൈസ് ചെയ്യുന്നു. അപ്പോൾ ആ ഓക്സിഡൈസ് ചെയ്യുന്ന സമയത്ത് എന്തുണ്ടാവുന്നു? ATP പ്രൊഡക്ഷൻ ഉണ്ടാവുന്നു. അങ്ങനെയാണ് അവരെന്ത് ചെയ്യുന്നത്? സ്വന്തമായിട്ട് ആഹാരം അല്ലേ, അല്ലെങ്കിൽ സ്വന്തമായിട്ട് ന്യൂട്രീഷൻ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളത് കൊണ്ട് തന്നെ ദേ പ്ലേ എ ഗ്രേറ്റ് റോൾ ഇൻ റീസൈക്ലിംഗ് ന്യൂട്രിയൻസ് ലൈക്ക് നൈട്രജൻ, ഫോസ്ഫറസ്, അയേൺ ആൻഡ് സൾഫർ. ഇങ്ങനെയുള്ള എല്ലാ ന്യൂട്രിയൻസിനെയും റീസൈക്കിൾ ചെയ്യാൻ എന്തിനെ സഹായിക്കും? ഈ കീമോസിന്തറ്റിക് ബാക്ടീരിയക്ക് സാധിക്കും അല്ലേ. നൈട്രേറ്റ്സിനെയും ഇങ്ങനെ ഇനോർഗാനിക് ആയ സബ്സ്റ്റൻസസിനെല്ലാം എന്താണ് ഇങ്ങനെയുള്ള ന്യൂട്രിയൻസിനെ, നൈട്രജൻ, ഫോസ്ഫറസ്, അയൺ, സൾഫർ പോലെയുള്ള ന്യൂട്രിയൻസിനെ എന്ത് ചെയ്യാൻ പറ്റും? റീസൈക്കിൾ ചെയ്യാൻ പറ്റും അല്ലേ. നമ്മളുടെ അറ്റ്മോസ്ഫിയറിൽ തിരിച്ചെത്തിക്കാനും അല്ലേ. നൈട്രജനെ ഫിക്സ് ചെയ്യുന്നു, പിന്നെ അതിന് ചില ബാക്ടീരിയകൾ ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്ലാന്റ്സ് ആയാലും ആനിമൽസ് ആയാലും അതിന് എടുക്കുന്നു. അപ്പോൾ അതിൻ്റെ അകത്തുനിന്ന് ഈ കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ത് ചെയ്യുന്നു? അതിനെ അങ്ങനെയുള്ള സബ്സ്റ്റൻസസ് എന്നെല്ലാം അതിനെ ഓക്സിഡൈസ് ചെയ്തിട്ട് തിരിച്ച് അറ്റ്മോസ്ഫിയറിലേക്ക് എത്തിക്കുന്നു. അപ്പം ഒരു സൈക്കിൾ, റീസൈക്ലിംഗ്, ന്യൂട്രിയൻസിൻ്റെ റീസൈക്ലിങ്ങിന് സഹായിക്കുന്ന ബാക്ടീരിയയാണ് കീമോസിന്തറ്റിക് ഓട്ടോട്രോപ്സ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിളായിട്ട് സൾഫർ ബാക്ടീരിയ, ഫോസ്ഫറസ് ബാക്ടീരിയ പോലെയുള്ള ബാക്ടീരിയകൾ വരുന്നു. ഓക്കെ, ദെൻ ദ ലാസ്റ്റ് ഗ്രൂപ്പ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. Heterotrophic bacteria are the bacteria which depends upon other organisms for their food. Okay, the forms are most abundant. നമ്മൾക്ക് ധാരാളമായി കാണാൻ പറ്റുന്ന ബാക്ടീരിയയാണ് ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. ദേ ആക്ട് ആസ് ഡീകമ്പോസേഴ്സ്. ഓക്കെ, ഡീകമ്പോസേഴ്സിൻ്റെ പ്രാധാന്യം, ദ ഇമ്പോർട്ടൻസ് ഓഫ് ഡീകമ്പോസേഴ്സ് എന്താണ്? നമുക്കറിയാം ഡേ ബൈ ഡേ അല്ലേ, നമുക്ക് ഒരു ദിവസം തന്നെ കുറേ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട് അല്ലേ. നമ്മുടെ പ്രകൃതിയിൽ കുറേ വേസ്റ്റ് ഉണ്ടാകുന്നുണ്ട്. അതങ്ങനെ തന്നെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവോ? ഇല്ല, ദേ മസ്റ്റ് ഡീകമ്പോസ് അല്ലേ. ഡീകമ്പോസ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ മറ്റുള്ളവർക്ക് പിന്നെ ജീവിക്കാൻ പറ്റില്ല. അപ്പം അങ്ങനെ ഡീകമ്പോസ് ചെയ്യാൻ സഹായിക്കുന്ന ഓർഗാനിസംസ് ആണ് ഏത്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ. അതേപോലെ തന്നെ മെനി ഓഫ് ദം ഹാവ് എ സിഗ്നിഫിക്കൻറ്റ് ഇമ്പാക്റ്റ് ഓൺ ഹ്യൂമൻ അഫയേഴ്സ്. എന്തൊക്കെയാണ് ഹ്യൂമൻ അഫയേഴ്സ്? ഹെൽപ്ഫുൾ ഇൻ മേക്കിംഗ് കേർഡ് ഫ്രം മിൽക്ക് അല്ലേ. മിൽക്ക്, പാലിനെ തൈരാക്കാൻ ആര് സഹായിക്കുന്നുണ്ട്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ സഹായിക്കുന്നുണ്ട്. അതേപോലെ പ്രൊഡക്ഷൻ ഓഫ് ആൻറ്റിബയോട്ടിക്സ്, അതുപോലെ ഫിക്സിംഗ് നൈട്രജൻ ഇൻ ലെഗ്യൂം റൂട്ട്സ്. ലെഗ്യൂം റൂട്ട്സിൽ നൈട്രജനെ ഫിക്സ് ചെയ്യാൻ, ആൻറ്റിബയോട്ടിക്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ, പാലിനെ തൈരാക്കാനൊക്കെ സഹായിക്കുന്നത് ആരാണ്? ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ബാക്ടീരിയ നമ്മുടെ മനുഷ്യൻ്റെ അഫയേഴ്സിൽ കുറേ സിഗ്നിഫിക്കൻ്റ് ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ദിസ് ബാക്ടീരിയ ഓൾസോ പാത്തജനിക് അല്ലേ. പാത്തജൻസ് ആണ്. സം ആർ പാത്തജൻസ് ആൻഡ് കോസ് ഡിസീസസ്. പാത്തജൻസ് മീൻസ് ദ ഓർഗാനിസംസ് വിച്ച് കോസ് ഡിസീസസ്. രോഗങ്ങൾ ഉണ്ടാക്കുന്ന ഓർഗാനിസത്തിനെയാണ് എന്ത് പറയുന്നത്? പാത്തജൻസ് എന്ന് പറയുന്നത്. അപ്പോൾ പാത്തജൻസ് ആയതുകൊണ്ട് തന്നെ ഇത് ആർക്കൊക്കെ രോഗം ഉണ്ടാക്കുന്നുണ്ട്? എല്ലാവർക്കും ആക്കുന്നുണ്ട്. ഇൻ ഹ്യൂമൻ ബീയിങ്സ് ബാക്ടീരിയൽ ഡിസീസസ് ആണ് ഏതൊക്കെ? കോളറ, ടൈഫോയിഡ്, ടെറ്റനസ് എക്സെട്ര. ഓക്കെ, ലൈക്ക് ഫാം ആനിമൽസ് ആൻഡ് പെറ്റ്സ്. ഫാം ആനിമൽസിലും പെറ്റ്സിലും അല്ലെ, ഹ്യൂമൻ ബീയിങ്സിൽ ഉണ്ടാക്കുന്നുണ്ട്, ആനിമൽസിൽ ഉണ്ടാക്കുന്നുണ്ട്. ലൈക്ക് ആന്ത്രാക്സ്, ന്യൂമോണിയ എക്സെട്ര
അതുപോലെ തന്നെ ആർക്കുണ്ടാക്കുന്നുണ്ട്? ക്രോപ്പ് പ്ലാന്റ്സിന് സിട്രസ് കാങ്കർ, ബ്ലൈറ്റ് ഡിസീസ് ഒക്കെ എന്താണ്? ബാക്ടീരിയൽ ഡിസീസസ് ആണ്. അപ്പം ഹെറ്ററോട്രോഫിക് ബാക്ടീരിയ എന്ന് പറയുന്നത് മോസ്റ്റ് എബൻഡൻറ്റ് ബാക്ടീരിയ ആണ്. അതിന് എന്തുണ്ട്? It has merit and demerits, or positive and negative aspects are there. Positive aspects എന്തൊക്കെയാണ്? They help to make curd from milk, then antibiotic production, fixing nitrogen, etc. The bad or negative effects are എന്താണ്? They cause diseases in human beings, farm animals, pets and crop plants. Okay. Then reproduction in bacteria. So there are 3 types of bacteria, 3 types of Eubacteria are there: photosynthetic autotrophs, chemosynthetic autotrophs and heterotrophs. Okay. Then here the reproduction in bacteria, how they reproduce. Bacteria എങ്ങനെ reproduce ചെയ്യുന്നു? എങ്ങനെയൊക്കെ reproduce ചെയ്യുന്നു? Reproduction mainly by fission. All of you know the bacteria is an unicellular organism, so there is no organelles for reproduction or organ system for reproduction. അപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഈ സെൽ എന്താണ് ചെയ്യുന്നത്? It is reproduced mainly by fission. Fission means one cell is divided into 2. Likewise, so many bacteria are produced. Okay, mainly by fission, but some unfavorable condition. Under unfavorable condition, they produce thick-walled resistant spores called endospores. It is also a mode of reproduction. During unfavorable condition, they produce thick-walled around their body, and that resistant spores are known as endospores. And when coming the favorable condition, the endospores developed into a new bacteria. Okay, so 2 types of reproduction, by fission and by through endospores. And sexual reproduction also seen in in bacteria. How the sexual reproduction occurs by a primitive method of DNA transfer. Sexual reproduction means the reproduction must include 2 types of parents. Okay, that is male and female, or that simply നമ്മൾ പറയുകയാണെങ്കിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്നത് DNA ട്രാൻസ്ഫർ ആണ്. സോ നമുക്ക് ബാക്ടീരിയയിലും സെക്ഷൽ റീപ്രൊഡക്ഷൻ നടക്കുന്നുണ്ടെന്ന് പറയാം. കാരണം എങ്ങനെയാണ്? ഹിയർ ഓൾസോ the transfer of DNA from one bacterial cell to another നടക്കുന്നുണ്ട് അല്ലേ? ത്രൂ കോൺജുഗേഷൻ, ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ട്രാൻസ്ഡക്ഷൻ. ഇതൊക്കെ നമുക്ക് വലിയ ക്ലാസ്സിൽ പഠിക്കാവുന്നതാണ്. അപ്പം ഇങ്ങനെ സെക്ഷുവൽ റീപ്രൊഡക്ഷനും ഇതിൽ കാണുന്നുണ്ട്, ബാക്ടീരിയയിൽ കാണുന്നുണ്ട്. മെയിനായിട്ട് കാണുന്നത് ഫിഷൻ ആണ്. പിന്നെ എൻഡോസ്പോസ് അല്ലേ? അൺഫേവറബിൾ കണ്ടീഷനിൽ എൻഡോസ്പോസ് വഴിയും കാണാം. അതേപോലെ തന്നെ one primitive type of sexual reproduction also seen in bacteria. Okay, then ഇതുപോലെ തന്നെ നമുക്ക് പറയാവുന്ന അല്ലേ, ബാക്ടീരിയയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു ജീനസാണ് മൈക്കോപ്ലാസ്മ എന്ന് പറയുന്നത്. മൈക്കോപ്ലാസ്മ ആർ ദ സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസംസ് വിച്ച് കംപ്ലീറ്റ്ലി ലാക്ക് സെൽ വോൾ ഇല്ലാത്ത ബാക്ടീരിയക്ക് നമ്മൾക്ക് സെൽ വോൾ കാണാം. ഇവിടെ സെൽ വോൾ ഇല്ലാത്ത ഏറ്റവും സ്മോളസ്റ്റ് ലിവിങ് ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ. ദേ ക്യാൻ സർവൈവ് വിത്തൗട്ട് ഓക്സിജൻ ഇല്ലാതെ ജീവിക്കാൻ പറ്റും. ആൻഡ് many of them are pathogenic, that is cause diseases in animals and plants. പ്ലാന്റ്സിനും ആനിമൽസിനും ഒക്കെ രോഗം വരുത്തുന്ന സ്മോളസ്റ്റ് ആയിട്ടുള്ള സെൽ വോൾ ഇല്ലാത്ത, ഓക്സിജനും ഇല്ലാണ്ട് സർവൈവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഓർഗാനിസമാണ് മൈക്കോപ്ലാസ്മ. ക്വസ്റ്റ്യൻ വരാറുണ്ട്, ശ്രദ്ധിക്കുക. അപ്പം മൈക്കോപ്ലാസ്മ നമുക്ക് ഇതിൽ തന്നെ ഉൾപ്പെടുത്താം, മൊണീറയിൽ വരുന്ന ഒരു ജീനസ് ആയിട്ട് ഉൾപ്പെടുത്താം. ഓക്കെ, ഓർ ബാക്ടീരിയൻ ജീനസ് ആയിട്ട് മൈക്കോപ്ലാസ്മയും ഉൾപ്പെടുത്താം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമ്പർ ഓഫ് Monera is bacteria, and bacteria can be classified based on their shape into 4, and according to the cell wall structure, physiology, it is divided into 2, Archaebacteria and Eubacteria, and some examples. Okay, thank you.